ഇന്ന് നമുക്ക് നമ്മുടെ കിച്ചണിൽ കൂവപ്പൊടിയും സ്ട്രോബെറിയും കൂടി നല്ലൊരു ഷേക്ക് തയ്യാറാക്കാം. ഞാൻ സ്ട്രോബെറിയുടെ എസൻസ് ആണ് ചേർത്തുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ചെയ്യും, ആരും കഴിക്കാണ്ടിരിക്കൂല. അപ്പോൾ കൂവപ്പൊടിക്ക് പ്രത്യേകിച്ച് വേറെ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഏത് എസൻസ് ചേർക്കണോ ആ ഒരു ഇതിൽ ടേസ്റ്റ് നിൽക്കും. അപ്പം നമുക്ക് കൂവപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, നല്ലോണം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ ഈ ചൂട് കാലത്ത് ശരീരം തണുക്കാനായിട്ട് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാം. കൂവപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ ഈ ചൂട് കാലത്ത് ശരീരം തണുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ചൂട് കൂടി വരും. അപ്പം നമുക്ക് ബോഡിയിൽ ടെമ്പറേച്ചർ കുറച്ച് ശരീരം തണുക്കാനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ക്ഷീണം അകറ്റാനും അതുപോലെ എല്ലാ കാര്യത്തിനും ഈ കൂവപ്പൊടി നല്ലതാണ്. അപ്പം നമ്മൾ നല്ല ശുദ്ധമായിട്ടുള്ള കൂവപ്പൊടി എടുത്തിട്ട് വേണം നമുക്ക് ജ്യൂസ് തയ്യാറാക്കാനായിട്ട്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കൂവപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ കോൺഫ്ലവർ പോലെയാണ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. സ്പൂൺ എടുത്ത് മിക്സ് ചെയ്ത് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ കുറുക്കാനായിട്ട് വയ്ക്കാം. ഒന്ന് കുറുക്കിയെടുത്താലാണ് നമുക്കിത് വേവുള്ളൂ. അപ്പം നമുക്കിതൊന്ന് കുറുക്കിയിട്ട് എടുക്കാം. ഇപ്പം ഞാൻ ആദ്യം കലക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതേ ഓക്കെ ഉണ്ട്. നമുക്കിതിങ്ങനെ ഇളക്കുമ്പോൾ അറിയാം വല്ലയിടത്തും കട്ടയൊക്കെ ഇരിക്കുന്നുണ്ടോന്ന്. അപ്പോൾ ഇത് ഓക്കെ ഉണ്ട്. കണ്ട ഇതുപോലെ നമ്മൾ കലക്കിയെടുക്കാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രം നമുക്ക് വെക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂവപ്പൊടി കുറുക്കാനായിട്ട്. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച കൂവപ്പൊടി ചേർക്കാം. ഇതിങ്ങനെ കുറുക്കിയെടുക്കണം. പെട്ടെന്ന് തന്നെ കുറുകും. നമ്മളിങ്ങനെ ഇളക്കി ഇങ്ങനെ നിൽക്കും വേണം. അപ്പം നല്ല ചൂട് കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. ഇതൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ കൂവപ്പൊടി ഇതേ കുറുകിയുണ്ട് കണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് നിർത്താം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം 2 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കൂവപ്പൊടി കുറുകിയുണ്ട്. മാക്സിമം 2 മിനിറ്റ് മതി നമ്മുടെ കൂവപ്പൊടി പാകാവാനായിട്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് അടുത്തത് ചെയ്യാം. അപ്പം നമ്മുടെ കൂവപ്പൊടി കുറുക്കിയത് ചൂടാറിയുണ്ട്. അപ്പം നമുക്കൊരു പാനിലേക്ക് മാറ്റാം. രുചിയിൽ ഒന്നും കാണിക്കില്ല, പക്ഷെ നല്ല നമ്മൾ ഏത് ഫ്ലേവറൊക്കെ കൊടുക്കണേ വെച്ചാൽ ആ ഒരു ടേസ്റ്റ് ഇതിൽ നിൽക്കും. അപ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ നമുക്ക് എടുക്കാം. ഇതിലേക്ക് നമ്മൾ നമ്മുടെ കാച്ചിയ പാലിന് ഒന്ന് തണുപ്പിച്ചതിന് അത് നമുക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കണം. പഞ്ചസാര അരക്കപ്പെടുത്തുണ്ട്. ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് സ്ട്രോബെറിയുടെ ഒരു സിറപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം നമ്മുടെ സ്ട്രോബെറിയുടെ ഒരു സിറപ്പ് ചേർത്ത പൂവരെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ സ്ട്രോബെറിയുടെ ടേസ്റ്റ് നിൽക്കും ചെയ്യും. അപ്പം നല്ലൊരു കളറും നല്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നമുക്കിത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഈ ചൂട് കാലത്ത് ബോഡിയൊക്കെ ഒന്ന് തണുക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു കളറിൽ ഷേക്ക് ആക്കുമ്പോൾ നമുക്ക് ഈ കൂവപ്പൊടി കുട്ടികളൊക്കെ നല്ലോണം കഴിച്ചോളാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ സ്ട്രോബെറിയുടെ ടേസ്റ്റ് നിൽക്കും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് കൂവപ്പൊടി ഷേക്ക് തയ്യാറാക്കി വയ്ക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ കഴിച്ച് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി കൊടുക്കാം. സ്ട്രോബെറിയുടെ ടേസ്റ്റും കൂവപ്പൊടിയുടെ ഗുണം കൂടി കിട്ടി വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാം. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം നമുക്കിവിടെ ഒരു ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.